ഈ നിർത്താത്ത മഴ കാരണം മുറ്റം മുഴുവൻ പായലാണ് കേട്ടോ. മഴ ഇച്ചിരി തുറന്നപ്പോഴത്തേനും ഞാൻ മുറ്റമൊക്കെ നന്നായിട്ട് കുറച്ച് ക്ലോറിൻ പൗഡറൊക്കെ ഇട്ടുവന്ന് ഉരച്ചിട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ടാണ് ഞാൻ പാത്രമൊക്കെ കഴുകിയത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഷെടാ ഞാൻ ഇന്നലെ അച്ചാറിടാൻ കോവയ്ക്ക് ഉപ്പ് പുരട്ടി വെച്ചിട്ട് മറന്നു പോയല്ലോ ഒന്ന്, രാത്രി തന്നെ ചെയ്യണം എന്ന് ഓർത്താണ്. പിന്നെ രാത്രി ആകുമ്പോഴത്തേനും ഈ കുത്തല് മണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറി മുഴുവൻ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഞാൻ രാത്രി പിന്നെ അങ്ങ് ചെയ്തില്ല. ഞാൻ ഇപ്രാവശ്യം കോവക്ക ഒന്ന് വഴട്ടിയിട്ടാണ് കേട്ടോ ഇട്ടത്. അച്ചാറ് പൊടിയും അതേപോലെ കാശ്മീരി ചില്ലിയൊക്കെ പാക്കറ്റ് മേടിച്ചത് പൊട്ടിച്ചിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടു. വിനാഗിരി കുറച്ചുള്ളതുകൊണ്ട് ഗിരിജാമനൊന്ന് വിളിച്ചു ചോദിച്ചു, ഈ ഫോൺ എടുക്കണ്ടേ പുള്ളിക്കാരി, അത്യാവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കത്തുമില്ല. അങ്ങനെ ഞാൻ വേഗം കടുകും പൊട്ടിച്ചു, എല്ലാം പൊട്ടിച്ചിങ്ങനെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടില്ല, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ അവിടെ കോവയ്ക്ക ഇതാക്കി എടുത്തത്. റെസിപ്പി പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ഈ കോവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദിവാലിക്ക് കിട്ടിയ സ്വീറ്റ്സ് ആണ് കേട്ടോ. കുറച്ച് വെള്ളവും കുടിച്ചു ഞാൻ.